എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ 4 ഓണായിക്കണല്ലേ. അപ്പോൾ ഒരു റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയറും നേന്ത്രക്കായും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് റെസിപ്പിയിലേക്ക് കടന്നല്ലോ. അപ്പോൾ വെയിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒരു സ്വാഗതം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഷോളൊക്കെ കുറച്ച് മാറ്റമുണ്ട്, അതൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പം ഇതിനാവശ്യമുള്ള 1 കപ്പ് ചെറുപയർ കേട്ടോ. അത് നല്ലതുപോലെ അങ്ങോട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഒരു മണിക്കൂർ വെക്കണം കേട്ടോ. പിന്നെ 2 വാഴക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ അങ്ങോട്ട് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. ഇതിൻ്റെ കറയല്ല, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ മുറിച്ച് പാത്രത്തിലിട്ടാൽ അത് കറ അങ്ങോട്ട് നല്ലതുപോലെ നമ്മുടെ കയ്യിലും ഉണ്ടാവും, പിന്നെ ഈ കായയിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വേണം ഇത് മുറിച്ചിടാൻ കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ നല്ലതുപോലെ വേഗം പണി അങ്ങോട്ട് തീർന്നോളും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചൊരു മെനക്കെട്ട പണി പോലെ ആയിക്കണം. അപ്പോൾ വേഗം അങ്ങോട്ട് തൊലിയൊക്കെ അങ്ങോട്ട് കളയുക കേട്ടോ. ഇപ്പോൾ അടുത്തത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇത് ചെറുതായി അങ്ങോട്ട് മുറിച്ചിടാം കേട്ടോ. ഇതേപോലെ തന്നെ ചെറുതായി മുറിച്ചിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചെറുപയറിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത കായും കൂടി എടുത്തിട്ടുണ്ട്. അതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ 1 മണിക്കൂർ തന്നെ കഴുകി നല്ലതുപോലെ കഴുകി 1 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് പിന്നെ ഒന്നുകൂടി ഒന്നിങ്ങോട്ട് ചെറിയ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്ത് കല്ലിനെ മാറ്റിയിട്ടാണ് കേട്ടോ ഇതിലിടുന്നത്. അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ കുക്കറിലിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ഇടണില്ല. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 3 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിക്കണം. അപ്പോൾ നല്ലതുപോലെ വേഗം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ കുറച്ച് തൂവി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കുക്കർ അങ്ങോട്ട് വിസിലടുപ്പിക്കാം. അങ്ങോട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അപ്പോൾ 5 വിസിൽ വേണം. അപ്പോൾ ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മിക്സീൻ്റെ ചെറിയ ജാറ് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 വെളുത്തുള്ളി അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയ ഉള്ളി കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 പച്ചമുളക് കൂടി വേണം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ കുക്കറിൽ 5 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയർ. പിന്നെ നമ്മുടെ കായും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തുറന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത്, അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ കായൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിക്കണം. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കായ എടുത്തിട്ട് ഒന്ന് അമർത്തി ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ നമ്മുടെ കായൊക്കെ ഇങ്ങനെ വെന്തിക്കണം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. എൻ്റെ കൈ പൊള്ളിക്കണു. അപ്പോൾ ഇനിയിപ്പോൾ ഇനി അരപ്പ് അങ്ങോട്ട് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട്, അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എന്താണ് തേങ്ങ അരച്ചതുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അരപ്പ് നല്ലതുപോലെ അങ്ങോട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എല്ലാവിടെയും ഒന്ന് ആവുന്നത് പോലെ ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി മറിച്ച് അങ്ങോട്ട് വയ്ക്കുക. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡിയായി, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് താളിക്കാൻ വെച്ചിട്ട്, അപ്പോൾ എന്താണ് നമുക്ക് താളിക്കാനുള്ള പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിക്കണം. ഇനി വറ്റൽമുളക് ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ടിക്കണം കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിക്കണം. ഇനി കാണും വരക്കും ടാറ്റാ.